വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി വെക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല. അപ്പോൾ 4 മണിക്ക് വന്നിട്ട് അവർ ചായയും പിന്നെ മിക്സറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതൊരു 7 മണിക്ക് ശേഷമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. 7 മണിക്ക് ശേഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ ചിക്കനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ മാറിയിട്ടുണ്ടാവും, ചിക്കൻ വേവിച്ചതൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ, ഇനി മാറ്റി വേറൊരു ദിവസത്തേക്ക് വെക്കേണ്ടെന്ന് വിചാരിച്ചു. ഞാനിവിടെ ചെയ്തത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വേവിക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തപ്പം ഉരുളക്കിഴങ്ങ് തൊലിയോട് കൂടി വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് അപ്പം തന്നെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ തോല് പിന്നെ ചൂട്ടത്ത് ഇങ്ങനെ എടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തോലൊക്കെ കളഞ്ഞ് പിന്നെ വെള്ളത്തിൽ വേവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു പണി പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അരച്ചപ്പം ഇത്തിരി വെള്ളം കൂടിപ്പോയി. അതിൽ വെള്ളം ഉണ്ടായിരുന്നു, ഞാനത് മിക്സിയിലേക്ക് എടുത്തിട്ടപ്പം അതിൽ കുറച്ച് വെള്ളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരഞ്ഞപ്പോൾ നന്നായി പേസ്റ്റ് പോലെ ഇങ്ങനെ അരഞ്ഞ് കിട്ടി. അപ്പം നമുക്ക് ഇത്തിരി എന്താ പറയുക, നന്നായി അങ്ങോട്ട് പേസ്റ്റായിട്ട് കട്ട്ലറ്റിലേക്ക് അരയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് റസ്ക് പൊടിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് മിക്സൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ആക്കി എടുത്തത്. ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അനന്തുവാണ് കേട്ടോ. അപ്പോൾ അനന്തുവിനെ ഹെൽപ്പിന് വിളിച്ചപ്പോൾ അനന്തുവിന് കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവൻ വിളിച്ചപ്പോൾ വന്നു. കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കുമ്പോൾ ഒരാളും കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ മടുപ്പ് തോന്നും. എന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ ഇത് വഴറ്റണം, അതിൻ്റെ ഇടയിൽ റസ്ക് പൊടിക്കണം, അതിൻ്റെ ഇടയിൽ എന്താ പറയുക മുട്ട അടിച്ച് വെക്കണം, പിന്നെ ഇത് ഉരുളകളാക്കണം, അങ്ങനെ പല പണികളും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യുമ്പോൾ പണിയാണ്. പിന്നെ അനന്തുവിനെ വിളിച്ചപ്പം കുറച്ചൊക്കെ ഒരു മടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര ഇളക്കൽ, എന്താ പറയുക, മറ്റേ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യണ പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറയണ്ടേ, എടാ നിലത്ത് കളയുമോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവൻ ഇളക്കി തരുന്നുണ്ട്. ആ നേരം കൊണ്ട് ഞാൻ റസ്ക് പൊടിച്ച് വയ്ക്കാനും പിന്നെ മുട്ട ഒരെണ്ണം എടുത്തിട്ടുള്ളൂ, അത് ഞാനൊന്ന് അടിച്ചൊക്കെ വെക്കുകയാണ്. പിന്നെ നമ്മുടെ ഇത് പേസ്റ്റാക്കിയല്ലോ, ഉരുളക്കിഴങ്ങ് പേസ്റ്റാക്കി, അപ്പോൾ അത് നല്ല പേസ്റ്റായി പോയതുകൊണ്ട് അതൊന്ന് കുറച്ച് എടുത്തിട്ട് റസ്ക് പൊടിയിൽ എടുത്തിട്ട് അതൊന്ന് ശരിയാക്കണം. അപ്പോൾ ആ പണിയൊക്കെയാണ് ഞാൻ ഈ നേരത്ത് ചെയ്യുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ പൊടികളായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇത് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ, ആ പൊടികളുടെ ഒരു പച്ചമണം വരുന്ന വരെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഒന്ന് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പം ഞാൻ വീണ്ടും ചെയ്തൊരു മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടാറ്റോ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഞാൻ ചിക്കൻ ഇടാനായിട്ട് മറന്നുപോയി. പിന്നെ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്യുന്ന ടൈമിലാണ് നോക്കിയപ്പോൾ അയ്യോ എന്തോ കുറവുണ്ടല്ലോ എന്ന് നോക്കിയപ്പോഴാണ് അയ്യോ ചിക്കൻ ഇല്ല ഇതിലെന്ന് ആലോചിച്ചത്. പിന്നെ ഞാൻ വീണ്ടും പോയിട്ട് ചിക്കൻ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ആ എന്താ പറയുക പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആ ചിക്കൻ എന്തായാലും ഇങ്ങനെ ഞാൻ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, കുരുമുളക് പൊടിയൊക്കെ ഇതിലിട്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, എരിവ് കൂടിയിട്ട് അവർക്ക് പ്രോബ്ലം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുരുമുളക് പൊടിയൊന്നും ഇട്ടില്ല. മുളക് പൊടിയും കുരുമുളകൊക്കെ ആവശ്യത്തിന് ഇതിലിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ചിക്കൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാ സവോളയൊക്കെ വഴന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. ഇനി നമുക്ക് മിക്സ് എല്ലാം കൂടെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ പോലെ ഷേപ്പിൽ ആക്കിയെടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഷേപ്പിലൊക്കെ ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ആക്കാനുള്ള ശ്രമത്തിലാണ്. ഇതെല്ലാം കൂടെ ഒരെണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തത് ഒരു സവോള എടുത്തിട്ടുള്ളൂ കേട്ടോ. കുറച്ച് മതി, 2 പേർക്കുള്ളത് മതി. അനന്തുവിനും ബബ്ലുവിനും മാത്രം മതി. പിന്നെ ഉള്ളവർക്ക്, പിന്നെ അവർ 2 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ 2 ചെറിയൊരു പൊട്ടാറ്റോ ആണ് എടുത്തത്. പിന്നെ നമ്മുടെ ചിക്കൻ കുറച്ച് ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പം ആവശ്യത്തിനുള്ള ഇതുണ്ടാവും, ആവശ്യത്തിനുള്ള എന്താ പറയുക ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഒരു സവോള മതി എന്ന് വിചാരിച്ചു, കൂടുതലായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ പൊട്ടാറ്റോ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും കൂടെ റസ്ക് പൊടിച്ച് വെച്ചാൽ ബ്രെഡ് ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ റസ്ക്കാണ് എടുത്തത്. റസ്ക് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അല്ലാതെ ഇത് എല്ലാം കൂടെ മിക്സ് ആവില്ല. ഈ നേരത്താണ് എനിക്ക് നമ്മുടെ ചിക്കൻ്റെ കാര്യം ഓർമ്മ വന്നത്. പിന്നെ ഞാൻ പോയിട്ട് ചിക്കൻ ശരിയാക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ റസ്ക് പൊടി ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ മറ്റേ മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ റസ്കിൽ മുക്കിയെടുക്കാനായിട്ട് എനിക്ക് പൊടി കുറവായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മാത്രം അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഞാൻ പിന്നെ ലാസ്റ്റ് വെറുതെ അങ്ങോട്ട് പൊരിക്കുകയാണ് ചെയ്തത്. എല്ലാം കൂടെ മിക്സ് ചെയ്തത് മുട്ടയിലും റസ്കിലൊന്നും മുക്കാനുള്ളത് ഉണ്ടായിരുന്നില്ല. ഇതിലേക്ക് കൂടുതൽ ഇട്ട് കൊടുത്ത കാരണം അങ്ങനെ ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച്
ഒരു 6 7 എനിക്ക് അങ്ങനെ റസ്കിൽ മുക്കിയിട്ട് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇതിലേക്ക് ഇനിയിപ്പം ചിക്കനും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം ഞാനിതാ ചിക്കൻ ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഇനി അതും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കാം. അപ്പോൾ എന്നൊന്നും സ്കൂളിൽ നിന്ന് വന്നാലും ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പം ഇതുള്ളതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കി. ചിലപ്പോൾ പഴം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പഴംപൊരി ഉണ്ടാക്കും, അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ദോശ ഉണ്ടെങ്കിൽ ദോശ വന്നിട്ട് ദോശ ഉണ്ടാക്കി കൊടുക്കും. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ മിക്സറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരങ്ങനെ കഴിക്കും കേട്ടോ. എന്നിപ്പം കട്ട്ലേറ്റ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിപ്പം ഞാൻ കുറേ ദിവസമായി ഇവർക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് വെച്ചാൽ 2 പേർക്കും കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കാൻ പറയും. പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കുമ്പം 1 2 അല്ലെങ്കിൽ 4 മാക്സിമം മേടിക്കുകയുള്ളൂ. അപ്പം തന്നെ നല്ല പൈസയാവും. അപ്പോൾ ഞാൻ കുറേ ദിവസമായി ഇവർക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീണ്ടും റസ്ക് പൊടി ഇടാണ് കേട്ടോ. വീണ്ടും കുറച്ചധികം റസ്ക് പൊടി എനിക്ക് ഇടേണ്ടി വന്നു. പിന്നെ കുറച്ച് വീണ്ടും ഞാൻ റസ്ക് വീണ്ടും പൊടിച്ചു. പക്ഷേ ആ പൊടിച്ചപ്പം ഞാൻ പൊട്ടാറ്റോ ഒക്കെ അരച്ചിട്ട് ആ ഒരു വെള്ളമയത്തിലായിരുന്നുകൊണ്ട് ആദ്യം പൊടിച്ച റസ്കിൻ്റെ പോലെ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ച് മാറ്റി വെച്ചു, കട്ട്ലേറ്റിനുള്ളത് കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ എനിക്ക് ഫുള്ളെല്ലാം മുക്കി പൊരിക്കാനുണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞാനിപ്പോൾ ഇതാ കുറച്ചും കൂടെ റസ്ക് പൊടി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ആദ്യം മുട്ടയിൽ മുക്കുന്നുണ്ട്. പിന്നെ മുട്ടയിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഷേപ്പാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും അതേപോലെ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ലാസ്റ്റ് ഫ്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ പണിയാവും. അപ്പോൾ വീഡിയോയും കൂടെ എടുക്കാനുള്ളതുകൊണ്ട് കിച്ചണിൽ എല്ലാം കൂടെ ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഹോളിൽ വെച്ചിട്ടാണ് ഈ പരത്തുന്നത് കേട്ടോ. ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുന്നത് ഹോളിൽ വന്നിട്ടാണ്. എന്നിട്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ചെയ്യാം കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നിങ്ങളും ഇതുപോലെ എന്താണ് ഇന്ന് ഈവനിങ് സ്നാക്സായിട്ട് കുട്ടികൾക്ക് കൊടുത്തതെന്ന് കമൻസ് പറയാം കേട്ടോ. കമൻസായിട്ട് പറയാം. നിങ്ങളിന്ന് എന്താണ് ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയെന്ന്. അതോ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് പറയാം കേട്ടോ. എന്നും ഞാനൊന്നും ഉണ്ടാക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എൻ്റെ ഒരു അവസ്ഥ, ചിലപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരിക്കും, വയ്യാതെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യില്ല. അപ്പം നിങ്ങൾക്കും എന്താണ് ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയോ ഇല്ല എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയും എനിക്ക് ബ്രെഡല്ലല്ലോ റസ്കിൽ മുക്കിയെടുക്കാനും കിട്ടിയുള്ളൂ. ബാക്കിയുള്ളത് ഞാനിങ്ങനെ ചെയ്ത് വെച്ചു. ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തു. എന്നാലും അവർ കഴിച്ചു കേട്ടോ. അവർക്ക് ഇഷ്ടമായി, കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ ആ റസ്കും മുട്ടയിൽ മുക്കിയില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം കുഴപ്പമില്ല, അവർക്ക് ഇഷ്ടമായി. അവരെല്ലാം കഴിച്ചു, ഫുൾ അവർ തന്നെ കഴിച്ചു കേട്ടോ. അപ്പം അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാണ് പോകുന്നത്. പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സംസാരിച്ച് പോകുന്നതിൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം കേട്ടോ. കമൻസായിട്ട് പറയാം. നിങ്ങൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് വീഡിയോ എന്നറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ പറയാം. അപ്പോൾ ഞാനതൊക്കെ മാറ്റുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, നല്ല മഴയാണ് ഇവിടെയൊക്കെ, ഭയങ്കര മഴയാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ. തുണികളൊന്നും ഉണങ്ങാനായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീടിൻ്റെ ഉള്ളിലുള്ള പണികൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ ഭയങ്കര വഴുക്കൽ. സിമൻറ്റ് തറയുണ്ടല്ലോ, പുറത്ത് മറ്റേ സിമൻറ്റാണ് നമ്മുടെ വീടിൻ്റെ പുറത്ത്. അപ്പോൾ പായൽ പിടിച്ചിട്ട് ഭയങ്കര ഒരു ദിവസം ഹസ്ബൻഡ് വീണു, ഗണേശേട്ടൻ വീണു, ഒരു ദിവസം അനന്ത് വീണു. അപ്പം അവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊന്ന് വെയിൽ കണ്ടാലേ പറ്റും. അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചില്ല. എന്നുവെച്ചാൽ വെളിച്ചെണ്ണ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ സൺഫ്ലവർ അല്ല, ഗോൾഡ് വിന്നർ ഉണ്ടല്ലോ, അതാണ് ഒഴിച്ചു കൊടുത്തത്. അതൊഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഷേപ്പാക്കി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ, കരിയാൻ നിൽക്കേണ്ട, ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കത് എടുക്കാം കേട്ടോ. എന്തായാലും ഇതെല്ലാം വെന്ത് കുക്കായിട്ടുള്ളതാണ്, ഒന്നും തന്നെ വേവാനുള്ളതായിട്ടില്ല. അപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഭയങ്കരമായിട്ട് കരിയാൻ നിൽക്കണ്ട, തീ കുറച്ച് വയ്ക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ ഇടും വേണ്ട. അങ്ങനെ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ടേക്ക് കെയർ, ബൈ. അപ്പോൾ ഞാൻ ലാസ്റ്റ് നമുക്ക് ഇതെന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതല്ലേ, എന്തായാലും ഉണ്ടാക്കുമ്പോൾ വീഡിയോയും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ടും കൂടെ
ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, ഒന്ന് നല്ല ഫോട്ടോ ഇതുവരെ ചെയ്ത എന്താ പറയുക ലാസ്റ്റത്തെ ആ ഒരു എന്താ പറയുക ഔട്ട്പുട്ടൊന്ന് ഫോട്ടോ എടുക്കണ്ടേ. അതും കൂടെ കണ്ടിട്ട് നിങ്ങൾ വേറെ വീഡിയോയ്ക്ക് പോയാൽ മതി, അതും കൂടെ കാണണേ, അല്ലാതെ സ്കിപ്പ് ചെയ്ത് പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ശരി.